വരുമോ നീ തിങ്കളേ തിങ്കളേ. നിർത്ത് നിർത്ത്. ഇവിടെ ഇപ്പൊ വരാം. അല്ല, ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരുമോ? ആ വേണ്ടി വരും. വെയിറ്റിംഗ് ചാർജ് എത്രയാന്ന് വെച്ചാൽ തന്നേക്കാം. ശരി. മോളെ കൗസല്യ, കൗസല്യ, മോനെ കിഷ, കിഷ, മോളെ, മോളെ, അമ്മയാ മോളെ, വാതിൽ തുറക്ക് മോളെ. ആരാ ഈ അർദ്ധരാത്രിയിൽ? വല്ല മാരണമാവോ? ശങ്കരൻ കുഴി വെട്ടിയിട്ട് വന്നതാവും. വാ നോക്കാം. അയ്യോ മോളെ, മോളെ ഒന്ന് വാതിൽ തുറക്ക് മോളെ. മോനെ കിഷ, മോളെ, എവിടെ എന്റെ മോള്? എവിടെ എന്റെ മോളെന്ന്? അവളെ നിങ്ങൾ എവിടെയാ പൊട്ടിയിട്ടിരിക്കുന്നേ? എവിടെ എന്റെ മോളെന്ന്? നിന്റെ മോളെ നീയല്ലേ രഹസ്യമായി താമസിപ്പിച്ചിരിക്കുന്നത്? അവിടെ പോയി അന്വേഷിക്കേ. അവിടുന്ന് തന്നെയാ ഞാൻ വരുന്നത്. എവിടെ എന്റെ മോള്? എവിടെയാണെന്ന് പറയാൻ. ദേ ഇവിടെ കിടന്ന് ബഹളം വെച്ചാലുണ്ടല്ലോ. എന്നെ ഇതിന്റെ അകത്ത് അടച്ചിട്ടാ എല്ലാം അവസാനിച്ചു കരുതണ്ട. അവളുടെ ദേഹത്ത് ഒരു തരി മണ്ണ് വീണ ഒരാളെ ഞാൻ വെച്ചേക്കില്ല. ഇത് കിഷനാ പറയുന്നത്. എന്നെ തുറന്നു വിട്, തുറന്നു വിടാൻ. തുറക്ക്, തുറക്കാനല്ലേ പറഞ്ഞത്? എന്നെ തുറന്നു വിടാൻ. എന്താ എന്താ ഇവിടെ ഉണ്ടായത്? പറയാൻ എന്താ ഉണ്ടായതെന്ന്. എവിടെ എന്റെ മോള്? എന്റെ മോൾക്ക് എന്ത് പറ്റിയെന്ന് പറ. എവിടെ എന്റെ മോള്? നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാവില്ലേ? നിങ്ങളുടെ ഒരു മോള് മോളുടെ ഇറങ്ങി പോവാൻ നിങ്ങളുടെ ആരുമില്ല ഇവിടെ. മോളെ തേടി വന്നിരിക്കുന്നു. പറ, എന്റെ മോൾ എവിടെ? എന്റെ മോൾ എവിടെന്ന്? അവളെ നിങ്ങൾ എന്താ ചെയ്തത്? പറ. നിങ്ങളുടെ മോൾ ഇവിടെ ഇല്ലെന്നല്ലേ പറഞ്ഞത്? നിങ്ങളുടെ മോൾ ഇവിടെ ഇല്ല. അവളുടെ ഒരു മോള് ഇവിടെ ഇല്ല. നിങ്ങളുടെ മോള് വേറെ എവിടെങ്കിലും പോയി അന്വേഷിക്കേ. തുറക്ക്, തുറക്ക് വാതില്. ദേവിയുടെ അമ്മേ, ദേവിയുടെ അമ്മേ, തുറക്ക്, തുറക്ക് വാതില്. അമ്മ വാതിൽ തുറക്ക്. തുറക്ക്, തുറക്കാൻ. അവര് ചതിക്കായിരുന്നു ഞങ്ങളെ. തുറക്ക്, ഞങ്ങളെ അവര് ചതിക്കായിരുന്നു. തുറക്കാൻ. ദേവിക്ക് അവർ കൊല്ലും. തുറക്കാമേ, വാതിൽ തുറക്കാൻ. വാതിൽ തുറക്കാനാ പറഞ്ഞേ. വാതിൽ തുറക്കാൻ. അമ്മ വാതിൽ തുറക്കാൻ. വാതിൽ തുറക്ക്. വാതിൽ തുറക്ക്. വാതിൽ തുറക്ക്. കിഷ, എന്റെ മോള് എവിടെ? അറിയില്ല. എവിടെ എന്റെ മോള്? നോക്കാം.
ഇവൾക്കൊക്കെ അറിയാം എന്റെ മോൾ എവിടെയാണെന്ന്. എവിടെ എന്റെ മോള്? എന്റെ മോള് എവിടെ? എന്റെ മോളെ കാണിച്ച ചേച്ചി, അവള് ചതിച്ചല്ലോടി നമ്മളെ. അയ്യോ മോളെ, ദേവികേ, എന്റെ മോള് എവിടെ? കിഷ ദേവികേ, മോളെ, മോളെ, ദേവി, മോളെ, ദേവി, ദേവി, അയ്യോ അയ്യോ, എന്റെ മോൾക്ക് എന്താ സംഭവിച്ചത്? ദേവി, ദേവി, മോളെ, ദേവി, അയ്യോ കിഷ, എന്ത് പറ്റി ദേവി? മോൾക്ക് എന്താ പറ്റിയേ? അയ്യോ മോളെ, ദേവി, അയ്യോ ദേവി, എഴുന്നേക്ക് ദേവി, ദേവി. നിസ്സാരക്കാരനല്ല. ആയുസ്സിന് അന്ത്യം കാണുന്നില്ല. ഈശ്വരൻ എപ്പോ വേണമെങ്കിലും വിധി മാറ്റി എഴുതാമല്ലോ. എന്റെ മോള്, ഭഗവാൻ, എന്റെ മോള്. ഈശ്വര, പരീക്ഷിക്കുന്നത് ശിക്ഷിക്കുന്നത് കഴിയാറായില്ലേ? ഈ പാവങ്ങൾ അനുഭവിച്ചു മടുത്തു. കൊല്ലുകയാണെങ്കിൽ ഞങ്ങളെല്ലാവരെയും ഒരുമിച്ചങ്ങ് കൊന്നേക്ക്. അമ്മേ, ചതി ഞാൻ ഊഹിച്ചതാ. പക്ഷേ ഇത്രയ്ക്ക് കടുത്തതാവുമെന്ന് ഞാൻ കരുതിയില്ല. അവര് മനുഷ്യ സ്ത്രീകളല്ല, രാക്ഷസികളാ. അത് ഇതുവരെ കൃഷ്ണന് മനസ്സിലായിട്ടില്ലേ? അറിയാത്തമ്മേ,
ഇങ്ങനെ ബഹളം വെച്ചിട്ട് കാര്യമില്ല. തിരുമേനി, രക്ഷിക്കണം. എന്റെ മോളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. രക്ഷിക്കുന്നതും ശിക്ഷിക്കുന്നതും സർവേശ്വരനാണ്. ഞാൻ എന്റെ കർമ്മം ചെയ്യുന്നു മാത്രം. അതിൽ പണിക്കാശ്ശേരി ത്രിവിക്രമൻ ഇതുവരെ വീഴ്ച വരുത്തിയിട്ടില്ല. അറിയാം. ഈ മനയെപ്പറ്റിയും തിരുമേനിയെ പറ്റിയും ഒരുപാട് കേട്ടിട്ടുണ്ട്. സഹായിക്കണം. ആരാണ്? ദേവികയുടെ ഭർത്താവാണ് കിഷൻ. വിഷം തീണ്ടിയതല്ല, തീണ്ടിച്ചതാണല്ലോ. ലക്ഷണം പറയുന്നത് അതാണ്. ഇത്രയ്ക്ക് ക്രൂരത കാണിച്ച ശത്രു ആരാണ്? കൊത്തിയ സർപ്പം നിസ്സാരക്കാരനല്ല. ആരോടോ ഉള്ളിൽ കൊണ്ടു നടന്ന കലി ഇവളോട് കാണിച്ചിരിക്കുകയാണ്. ഉഗ്രവിഷം രക്തത്തിൽ അലിഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോ നാലിൻ്റെ അന്നേ എന്തെങ്കിലും പറയാൻ പറ്റൂ. മരണം കടക്കാത്ത മനയാണെന്നല്ലേ കേട്ടുകേൾവി. എന്റെ കുഞ്ഞിനെ ജീവനോട് തിരിച്ചു തന്നേക്കണേ. ആയുസ്സിന്റെ പ്രഭു ഞാനല്ല, സർവേശ്വരനാണ്. പ്രാർത്ഥിക്ക. നാഗദൈവങ്ങളോട് കരളുരുകി പ്രാർത്ഥിക്ക. കർമ്മം സത്യസന്ധമെങ്കിൽ ഫലം നിശ്ചയമായും ഉണ്ടാവും. ആ, നിങ്ങൾ വരൂ. ചിലത് ചോദിച്ചറിയാനുണ്ട്. വരൂ. നാഗദൈവങ്ങളെ, എന്റെ ദേവികയെ തിരിച്ചു തരണേ. ഒരു ഉറുമ്പിനെ പോലും ദ്രോഹിക്കാത്ത ഈ പാവത്തിന്റെ പ്രാർത്ഥന കേൾക്കണേ. Even though it was the straighter one. Okay, chimps are our closest relatives. ചേച്ചി, കെട്ടിയെഴുന്നള്ളിച്ചത് എങ്ങോട്ട്? വല്ല വിവരം കിട്ടിയ നിനക്ക്? അത് എന്താ? ഏത് ആശുപത്രിയില? ഏത് ഡോക്ടറാ നശിച്ചവൾക്ക് ജീവൻ വെച്ച് നീട്ടുന്നത്? പണിക്കാശ്ശേരി മനയിലേക്കാണത്രേ കൊണ്ടുപോയത്. ഓഹോ, അപ്പൊ കാര്യങ്ങൾ മരണം കിടക്കാത്ത മനയിൽ വരെ എത്തിയല്ലേ? ഇതൊരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇവിടുത്തെ മണ്ണിൽ ഒടുങ്ങേണ്ടവൾ അവിടെ ജീവൻ വച്ചാൽ ഒരിക്കലും ഉണ്ടാവില്ല ചേച്ചി. ഒരു വൈദ്യനും അവളെ രക്ഷിക്കാൻ കഴിയില്ല. മരിച്ചിട്ടുണ്ടാവും ഇപ്പോ.
ഏത് വൈദ്യനെയും പോലെയല്ല ആ പണിക്കാശ്ശേരി ത്രിവിക്രമൻ. അത് മറ്റാരേക്കാളും എനിക്ക് നന്നായിട്ടറിയാം. ആയുസിന്റെ പ്രഭു എന്ന് വിളിപ്പേരുണ്ടെങ്കിൽ അയാൾ അവളെ രക്ഷിച്ചിരിക്കും. അത് തടയണം, എന്ത് വില കൊടുത്തും തടയണം. പക്ഷേ എങ്ങനെ? നമ്മളാണ് ഇതിന് പിറകിലെന്നറിഞ്ഞ പഴയ വൈരാഗ്യം കൊണ്ട് അയാൾക്ക് വാശി കൂടില്ലേ? എല്ലാം മറക്കാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും ഇടിവെട്ടുപോലെ മുമ്പിൽ പണിക്കാശ്ശേരി മന. ജീവിതം കൈവിട്ടുപോയ ആ മണ്ണിലേക്ക് വിധി ഗൗരിയെ വീണ്ടും കൊണ്ടെത്തിക്കുകയാണ്. ഇത്തവണ ഞാൻ തോൽക്കില്ല. സ്വയം ഒടുങ്ങിയിട്ട് അവളെ കൊല്ലേണ്ടി വന്നാൽ പോലും അതിനും ഒരുക്കുക. കിഷൻ വാലും ചുരുട്ടി പട്ടിയെപ്പോലെ കൂട്ടുപോയിരിക്കുക. അവനെ പിടിച്ചോണ്ട് വരണം. കൈവിഷമല്ലേ അകത്തുള്ളത്? ഏതാണും പുഴുത്ത പട്ടിക്ക് സമമാവും. അടുത്ത അംഗത്തിന് ഒരുങ്ങുന്നതിന് മുമ്പ് ഒരാളെ കൂടി ഈ വിവരം അറിയിക്കണം. ആരെ? നമ്മളെപ്പോലെ അവളെ കൊല്ലാൻ വിരളി പിടിച്ചു നടക്കുന്ന മറ്റൊരു ശത്രു. അവൾക്ക് ജന്മം നൽകിയ തോപ്പിൽ തറവാട്ടിലെ ജഗന്നാഥൻ. കൊള്ളാം. ഈ ജന്മത്തിൽ ജഗന്നാഥൻ കേൾക്കുന്ന ഏറ്റവും സന്തോഷകരമായ വാർത്ത. സമ്മതിച്ചിരിക്കുന്നു ഗൗരി നിന്നെ ഞാൻ. നീ ചുണയുള്ള പെണ്ണ് തന്നെയാ. എന്നിട്ട് അവൾ ചത്തോ?